एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मूढत्वं संहरा देवी त्राहि मां शरणागतम्। ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിലെ 3 വരെയുള്ള ശ്ലോകങ്ങളാണ് നോക്കിയത്. ഇനി നമുക്ക് 4, 5, 6 എന്നീ ശ്ലോകങ്ങൾ കൂടി നോക്കാം. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. അത്ര ഇവിടെ യുധി യുദ്ധത്തിൽ ശൂരാഹ വീരന്മാരും ഭീമാർജുന സമാഹ ഭീമ അർജുനന്മാരോട് തുല്യരും മഹേശ്വാസ വില്ലാളികളുമായ യുയുധാനഃ യുയുധാനനും വിരാടഃ ച വിരാടനും മഹാരഥഃ ദ്രുപദഃ ച മഹാരഥനായ ദ്രുപദനും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പാണ്ഡവ സൈന്യത്തെ കണ്ട് ഭയചകിതനായി ദുര്യോധനൻ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് പാണ്ഡവ സൈന്യത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ ആ പാണ്ഡവ സൈന്യത്തിൽ കണ്ട ആളുകളുടെ എല്ലാം പേരുകൾ ദ്രോണാചാര്യരോട് പറയുന്നതാണ്. ദുര്യോധനൻ ഇത്രയേറെ ഭയപ്പെടാൻ കാരണം പാണ്ഡവ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഭീമാർജുനന്മാരെ പോലെ കരുത്തരും വില്ലാളി വീരന്മാരും ഒക്കെ ആയിരുന്നു. ഭീമാർജുനന്മാരുടെ കരുത്തിനെപ്പറ്റി ദുര്യോധനന് നന്നായി അറിയാം. അതുകൊണ്ടാണ് മറ്റുള്ളവരെ അവരുമായി താരതമ്യം ചെയ്യാൻ കാരണം. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ഇവിടെ യുയുധാനൻ്റെ മറ്റൊരു പേരാണ് സാത്യകി. നമുക്ക് ഏറെ പരിചിതമായ പേരും സാത്യകി എന്ന് തന്നെയാണ്. സാത്യകി അർജുനൻ്റെ ശിഷ്യനും കൃഷ്ണഭഗവാന്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു. വിരാടനോ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ പിതാവാണ് വിരാടൻ. ഇനി 5-ാമത്തെ ശ്ലോകം. ദൃഷ്ടകേതുശ്ചേകിതാനാം കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈഭ്യശ്ച നരപുംഗവാ. ദൃഷ്ടകേതുവും ചേകിതാനഃ ചേകിതാനനും വീര്യവാനായ കാശിരാജഃ ച കാശിരാജാവും പുരുജിത്തും കുന്തിഭോജഃ ച കുന്തിഭോജനും നരപുംഗവനായ ശൈബ്യഃ ച ശൈബ്യനും. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ശൂരസേനൻ്റെ മക്കളാണ് വസുദേവനും കുന്തിയും. എന്നാൽ കുന്തിയുടെ വളർത്തച്ഛനാണ് കുന്തിഭോജൻ. ആ കുന്തിഭോജനാണ് ഇവിടെ പാണ്ഡവന്മാരെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുള്ളവരിൽ ഒരാൾ. ഇനി 6-ാമത്തെ ശ്ലോകം. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാ. വിക്രാന്തഃ വിക്രമിയായ യുധാമന്യുശ്ച യുധാമന്യുവും ഉത്തമൗജശ്ച ഉത്തമൗജസ്സും സൗഭദ്രഃ സുഭദ്രാപുത്രനും ദ്രൗപദേയഃ ച ദ്രൗപദീപുത്രന്മാരും സർവ ഏവ ച എല്ലാവരും മഹാരഥാഃ മഹാരഥന്മാരാകുന്നു. നേരത്തെ പറഞ്ഞവരെ കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെയാണ്. സൗഭദ്രഃ സുഭദ്രാപുത്രൻ. ആരാണ് ഇവിടെ സുഭദ്രാപുത്രൻ എന്ന് പറയുന്നത്? അഭിമന്യുവിനെയാണ് സുഭദ്രാപുത്രൻ എന്ന് പറയുന്നത്. അർജുനന് കൃഷ്ണ സഹോദരിയായ സുഭദ്രയിൽ ഉണ്ടായ മകനാണ് സൗഭദ്രൻ അല്ലെങ്കിൽ അഭിമന്യു. അഭിമന്യു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കഥയുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് പത്മവ്യൂഹത്തിൻ്റെ കഥ കേട്ട അഭിമന്യു ഈ കഥയെത്തിയപ്പോൾ അഭിമന്യുവിൻ്റെ അമ്മ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ബാക്കി കഥ കേൾക്കാനായിട്ട് അഭിമന്യുവിന് സാധിച്ചില്ല.
പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ പത്മവ്യൂഹത്തിൽ അകപ്പെട്ട് അത് ഭേദിക്കാനാവാതെ ആണ് അഭിമന്യു മരണപ്പെടുന്നത്. ഈ കഥ നടക്കുന്നത് 5000 വർഷം മുമ്പാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം ഗർഭസ്ഥ ശിശുവിന് പുറത്തു നടക്കുന്നതെല്ലാം അമ്മയിലൂടെ കേൾക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചു. ഈ കഥ കാലത്തിന് മുന്നേ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അഭിമന്യുവിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക. അപ്പോൾ നമ്മുടെ പുരാണങ്ങളൊക്കെ എത്രത്തോളം മഹത്തരമാണെന്ന് ഓർത്തു നോക്കൂ. ഇതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം മനുഷ്യകുലത്തിന് ആവശ്യമായ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കൈപ്പുസ്തകമാണ് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഇവിടെ ബോധ്യമാവുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ 3 ശ്ലോകങ്ങളുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.